നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. യൂട്യൂബിൽ വരുന്നതും ഫേസ്ബുക്കിൽ വരുന്നതുമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ അത് എനിക്ക് വളരെ നല്ല കാര്യമാണ്. എൻ്റെ ഈ ചാനൽ എല്ലാ വർഷവും ഞാൻ ചാനലിലൂടെ ഞാൻ പുതുവർഷ നക്ഷത്രഫലം ഇടാറുണ്ട്. അപ്പൊ 2026 പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട്. വളരെയധികം പേർ എന്നെ വിളിക്കാറുമുണ്ട്. പലരും പല അഭിപ്രായങ്ങളും എന്നോട് പറയാറുമുണ്ട്. ഇക്കൊല്ലവും ഞാൻ പുതുവർഷ ഫലം ഇടുകയാണ്. എൻ്റെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുകയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുകയോ ചെയ്താൽ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്ന് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണമെന്ന് പറയുന്നത്. 2026 പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും. ഓരോ വ്യക്തിക്ക് ഉണ്ടാവുന്ന അനുഭവമല്ല വേറൊരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അപ്പൊ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ വ്യത്യസ്തമായ ഫലപ്രവചനങ്ങളും ഓരോ വ്യക്തിക്കും ഉണ്ടാവുന്നതാണ്. ഗ്രഹങ്ങളുടെ ഗോചര ഫലമാണ്. ഓരോ ഗ്രഹങ്ങളും ഓരോ രാശികളും നിൽക്കുമ്പോൾ അതിൽ കൂടെ ഉണ്ടാവുന്ന ഗോചരഫലമായിട്ട് സാമാന്യ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. പ്രധാനമായും വ്യാഴം എന്ന ഗ്രഹവും ശനിയും രാഹുവും കേതുവും ഈ ഗ്രഹങ്ങൾ 4 ഓരോ രാശിയിലും ഉള്ള നിൽപ്പനുസരിച്ചാണ് ഓരോരുത്തരുടെയും ഫലപ്രവചനം പറയുന്നത്. ഇത് സാമാന്യമായ ഒരു ഫലപ്രവചനമാണ്. ഓരോ വ്യക്തിയും അവരുടെ ജന്മ സമയവും ഗ്രഹനിലയും കൂടി ഒത്തുനോക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. എന്നിരുന്നാലും സാമാന്യമായ ഗോചരഫലമാണ് 2026 സാമാന്യമായ ഗോചരഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന നക്ഷത്രങ്ങൾ, ഈ 2026 നക്ഷത്രങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, ഈ 7 നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് കൂടാതെ ഓരോ നക്ഷത്രക്കാരുടെയും സെപ്പറേറ്റ് വീഡിയോകൾ ഞാൻ അധികം താമസിയാതെ എന്റെ ചാനലിൽ ഇടുന്നതാണ്. നിങ്ങളത് കാണണം. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഞാൻ പറഞ്ഞല്ലോ 2026 നക്ഷത്രങ്ങളാണ്. 2026 പുതുവർഷ നക്ഷത്ര ഫലം. അതിലെ അശ്വതി നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. 2026 പുതുവർഷത്തിൽ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവുന്ന സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് വേഴം 3-ലും 2026 ജൂൺ 2 ശേഷം വേഴം 4-ലും വരുന്ന ഒരു കാലമാണ്. ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും നിൽക്കുന്ന സമയമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക്. ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് 2026 വരാൻ പോകുന്നത്. ഇവർക്ക് 7 ശനി തുടങ്ങിക്കഴിഞ്ഞു. ഈ അശ്വതി നക്ഷത്രക്കാർക്ക്, ഇവര് മേടക്കൂറിൽ ജനിച്ചവരാണല്ലോ, ഇവർക്ക് 7 ശനി തുടങ്ങിക്കഴിഞ്ഞു.
ഇവർക്ക് ഈ 2026 തൊഴിൽ സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശയാത്രക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക്. വിദേശത്ത് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർക്ക് വിദേശത്ത് പോകാൻ കഴിയുന്നതാണ്. അതുകൂടാതെ വണ്ടിയൊക്കെ ഓടിക്കുന്നവര്, കാരണം 7 ശനിയാണ്, വണ്ടിയൊക്കെ ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ അത് നല്ല കാര്യമാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അപകടങ്ങളില്ലാതെ നോക്കണം. ഇതുകൂടാതെ സഹോദര ബന്ധങ്ങൾ വഴി ചില ദോഷങ്ങളും ഇവർക്കുണ്ടാകും. സഹോദര ബന്ധങ്ങൾ വഴി ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സുഹൃത്തുക്കൾ ഇവരുടെ ശത്രുക്കളായി മാറും. ഇവർക്ക് ഉപദ്രവം ഉണ്ടാകാനും ഈ 2026 സുഹൃത്തുക്കൾ മുഖേന ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതെ സൂക്ഷിക്കണം. കാരണം വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7 ശനിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരമാവധി വാക്കുകൾ പറയുമ്പോൾ സംയമനം പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല സമയമാണ് 2026. അതുകൂടാതെ കച്ചവടക്കാരെ സംബന്ധിച്ചും ഗുണകരമായ ചില കാര്യങ്ങൾ അവർക്ക് നടക്കാവുന്ന ഒരു വർഷമാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചും ധാരാളം യാത്രകൾ ഇവർ ചെയ്യേണ്ടി വരും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 വരുന്നത്. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വരുന്നതാണ് ഈ 2026. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു വർഷമാണിത്. വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് വിദേശത്തൊക്കെ പോകാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ്. വിദേശത്തുള്ളവർക്ക് ഗുണകരമായ കാര്യങ്ങൾ, സ്ഥിതിവിശേഷങ്ങൾ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് 2026. ഗുണദോഷങ്ങളെ നേരിടേണ്ടതായിട്ട് വരാൻ ശത്രുക്കളായിട്ടുള്ള ഗുണദോഷങ്ങളെ നേരിടേണ്ടതായിട്ടും ഇവർക്ക് വരാനുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് 2026. ഗ്രഹനിർമ്മാണം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് കഴിയുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനും, അതുമല്ലെങ്കിൽ പൂർത്തീകരിച്ച ഗ്രഹനിർമ്മാണത്തിൽ ഗ്രഹപ്രവേശനം നടത്താനും ഒക്കെ ഇവർക്ക് കഴിയുന്ന ഒരു സമയമാണ് ഈ 2026. ഇതൊക്കെയാണെങ്കിലും സാമ്പത്തികമായ ഗുണങ്ങളുണ്ടാവും, വിദേശത്ത് നേട്ടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണെങ്കിലും ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 ചില മനക്ലേശങ്ങളും മനോവിഷമങ്ങളും വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ 2026 വന്നു ചേരുന്നതാണ്. ഈ വിഷയം ഞാൻ ഈ അശ്വതി നക്ഷത്രക്കാരെ വിഷയം അവസാനിപ്പിക്കുന്നു. ഇനി ഭരണി നക്ഷത്രക്കാരുടെ വിഷയമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് 2027 പുതുവർഷത്തിലെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് വേഴം 3-ലും 2026 ജൂൺ 2 ശേഷം വേഴം 4-ലും വരുന്ന ഒരു സമയമാണ്. ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇവർക്ക്. നേട്ടങ്ങളും അതേപോലെ ചില കോട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ഇവർക്ക് 7 ശനിയുടെ സമയമാണ്. കാരണം ഇവര് മേടക്കൂറിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് 7 ശനിയാണ് ഇവർക്ക്. 7 ശനിയുടെ സമയം. 7 ശനി തുടങ്ങിക്കഴിഞ്ഞു ഇവരെ സംബന്ധിച്ച്. ഇവർക്ക് 2026 മാതാവിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. മാതാവിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവും. മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങളും ഇവർക്ക് ഉണ്ടാവുന്ന ഒരു വർഷം. ചില സുഹൃത്തുക്കളുമായി അകൽച്ചയും ഉണ്ടാകാം. ചില സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ചില സുഹൃത്തുക്കളുമായി അകൽച്ചയും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഈ 2026. തൊഴിൽപരമായി ചില പ്രശ്നങ്ങൾ ഇവർക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം 7 ശനിയാണ്. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്ക് സ്ഥാനക്കയറ്റവും അതുവഴി പ്രമോഷനും ശമ്പള വർധനയും ഒക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യവും 2026 വന്നു ചേരും.
വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട പല യാത്രകളും ഈ ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ടി വരും. കൃഷി ഉദ്ദേശിച്ച പോലെ അത്ര സുഖകരമല്ല. കൃഷിയിൽ നിന്നും ഇവർക്ക് ഉദ്ദേശിച്ച പോലെ ലാഭം കിട്ടിയില്ല എന്നും വരും. വാഹന അപകടങ്ങൾ ഇല്ലാതെ സൂക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, വാഹന അപകടങ്ങൾ ഏഴരശനിയാണ്. ഏഴരശനിയിൽ പല ദോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപകടങ്ങൾ, വാക്കുതർക്കങ്ങൾ, കേസ് ഇതെല്ലാം ഈ ഏഴരശനിയിൽ വന്നു ചേരാവുന്നതാണ്. അപ്പൊ ഇതിന്റെ തുടക്കമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അപകടങ്ങളില്ലാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. ഇതൊക്കെയാണെങ്കിലും കർമ്മരംഗത്ത് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നൊരു സമയമാണ്. ധനാഗമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനവർധനയുണ്ടാകും, ധനനേട്ടങ്ങൾ ഉണ്ടാകും. പണമിടപാട് സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 2026 ഈ ഭരണി നക്ഷത്രക്കാർ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് പല സഹായങ്ങളും ഇവർക്ക് കിട്ടും. അതായത് ഇവർ ഉദ്ദേശിക്കാത്ത പല സ്ഥലത്തു നിന്ന് ഇവർക്ക് സഹായങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ്. ഭരണി നക്ഷത്രം കഴിഞ്ഞ് ഇനി കാർത്തിക നക്ഷത്രമാണ്. ഈ കാർത്തിക നക്ഷത്രക്കാർ 2 കൂറിൽ വരുന്നതാണ്. മേടക്കൂറിലും വരും, ഇടവക്കൂറിലും വരും കാർത്തിക നക്ഷത്രക്കാർ. അപ്പൊ മേടക്കൂറുകാർക്ക് വേഴം 3-ലും ഇടവക്കൂറുകാർക്ക് 2-ലും ജൂൺ 2 വരെ നിൽക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷം വേഴത്തിന് മാറ്റം ഉണ്ടാവും. മേടക്കൂറുകാർക്ക് ശനി 12-ലും ഇടവക്കൂറുകാർക്ക് ശനി 11-ലും നിൽക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഗുണദോഷ ഫലങ്ങളാണ് ഈ 2026 മൊത്തത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ധനപരമായ നേട്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നല്ല ഒരു സ്ഥിരത ഇവർക്ക് ഈ 2026 ഉണ്ടാകുന്നതാണ് എന്ന് തന്നെ പറയാം. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സമയമാണ്. ഉദ്യോഗാർത്ഥികൾ, അതായത് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പ്രമോഷൻ, അതേപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങൾ, ശമ്പള വർധന ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പൊതുപ്രവർത്തകർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഈ കാർത്തിക നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്ക് 2026 വളരെയധികം നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാവുന്ന ഒരു സമയമാണ്. അംഗീകാരങ്ങളും പ്രശസ്തിയും ആദരവും പുരസ്കാരങ്ങളും ഈ പൊതുപ്രവർത്തകരെ അന്വേഷിച്ച് അവരെ കണ്ടെത്തി വരും, അവരുടെ അടുത്ത് വരും. യാത്രകൾ ശ്രദ്ധിച്ചു വേണം ഇവർ ചെയ്യാൻ. പല യാത്രകളും ഇവർക്ക് ഗുണകരമാകണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഉദ്ദേശിക്കാത്ത ചില സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായങ്ങളും കിട്ടാവുന്ന ഒരു സമയമാണ്. ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് സഹായം ഇവർക്ക് കിട്ടിയെന്ന് വരും. അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പൊ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ട് വേണം യാത്ര ചെയ്യാൻ. കാരണം 7.5 ശനി ഈ കാർത്തിക മേടക്കൂറുകാർക്ക് 7.5 ശനിയുടെ സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മുൻകൂട്ടി പറയുന്നത്. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് 7.5 ശനിയിലെ മേടക്കൂറുകാർക്ക്. മനസ്സിലായോ? കുടുംബാന്തരീക്ഷം ഇവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. വളരെ നല്ലൊരു കുടുംബാന്തരീക്ഷം 2026 ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. കർമ്മ പുരോഗതി ഉണ്ടാകും. ഇവരെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്ത് നല്ല കർമ്മ പുഷ്ടി ഉണ്ടാവുന്നതാണ്. സന്തോഷാനുഭവങ്ങൾ കുടുംബത്തിലുണ്ടാവും. കാര്യവിജയങ്ങളും നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് 2026. ശത്രുദോഷം നേരിടേണ്ട ഒരു വർഷവും കൂടിയാണ്. ശത്രുക്കളുണ്ടാവും, അത് സൂക്ഷിക്കണം. അപ്പൊ ശത്രുക്കളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു മുന്നോട്ട് പോകണം. അപ്പൊ ശത്രുദോഷം നേരിടേണ്ട ഒരു വർഷവും കൂടിയാണിത്. വാക്ക് തർക്കങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കണം.
വാക്കുകൾ പറയുമ്പോൾ മിതത്വം പാലിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ചില തർക്ക വിഷയങ്ങൾ നിങ്ങളുടെ ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. കൃഷി ലാഭത്തിൽ വരുത്താൻ ഇവർ ശ്രമിക്കുന്ന ഒരു വർഷമാണ്. കൃഷി അത്ര ഗുണകരമാവില്ല, എന്നാൽ അത് ലാഭത്തിലാക്കിയെടുക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈ 2026. ഇവർക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. കാർത്തിക നക്ഷത്രം കഴിഞ്ഞ് ഇനി രോഹിണി നക്ഷത്രവും. ഈ നക്ഷത്രക്കാർക്ക് വേഴം 2-ലും 2026 ജൂൺ 2-ന് ശേഷം വേഴം 3-ലും വരുന്ന ഒരു സമയമാണ്. ശനി 11-ലും രാഹു 10-ലും കേതു 4-ലും വരുന്ന ഒരു സമയം. ഇവർക്ക് പൊതുവേ നല്ല സമയമാണ്. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 വളരെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന വർഷമാണ്. വളരെ നല്ല സമയമാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ധനാഗമങ്ങൾ ഉണ്ടാവും, ധനനേട്ടങ്ങൾ ഉണ്ടാവും, ധനപരമായ ഉയർച്ചയുണ്ടാകും. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ചെയ്യുന്ന പ്രവർത്തികൾക്ക് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വർഷമാണ്. ഇവർ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിന് വളരെ നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം കിട്ടാവുന്ന ഒരു വർഷമാണിത്. രോഹിണി നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുമായി 2026 വളരെ നല്ല ബന്ധങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ മാതാവിൽ നിന്നും പണം കിട്ടാൻ, ധനാഗമം കിട്ടാനായിട്ടുള്ള സാധ്യത 2026 വരുന്നതാണ്. വാക്കുകൾ പറയുമ്പോൾ മിതത്വം ഉണ്ടാകാനായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ നല്ലതാണ്. വാക്കുകളിൽ ചില പിഴവുകൾ വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പവുമില്ല. ഭാര്യ വഴി നേട്ടങ്ങൾ ഉണ്ടാവും. ജീവിത പങ്കാളിയുമായി നല്ല സുഖ സൗകര്യത്തോട് ജീവിക്കാൻ പറ്റാവുന്ന ഒരു വർഷമാണ് 2026 രോഹിണിക്കാർക്ക്. ഭാര്യ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാവും. കർമ്മപരമായ കാര്യങ്ങളിൽ, അത് ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പരമാവധി തീർക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തും. അങ്ങനെ നടത്തി കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിതൃസ്വത്ത് അനുഭവത്തിൽ വരുന്നൊരു സമയമാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ധനാഗമം മാർഗങ്ങൾ പലതായി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിൽ നിന്നും ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. പൊതുവർത്തകരെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമാണ്. അംഗീകാരങ്ങളും പ്രശസ്തിയും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ്. ഇവർക്ക് അംഗീകാരങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ് ഈ പൊതുപ്രവർത്തകർക്ക്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സമയമാണ് ഈ 2026 രോഹിണി നക്ഷത്രക്കാർക്ക്. ദാമ്പത്യ ബന്ധം ശ്രേയസ്കരമായി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു വർഷമാണ്. പല വഴി സഹായങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു വർഷവും കൂടിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. അപ്പൊ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഈ 2026 വളരെ ഉത്തമമാണ്. രോഹിണി കഴിഞ്ഞാൽ മകീരം നക്ഷത്രം. മകീരം നക്ഷത്രം 2 കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഇടവക്കൂറിലും വരും, മിഥുനക്കൂറിലും വരും. മകീരം പകുതി ഇടവക്കൂറിലും മകീരം അതിന്റെ ബാക്കി പകുതി മിഥുനക്കൂറിലും വരുന്ന നക്ഷത്രമാണ്. ഇവർക്ക് വേഴം 3-ലും 2-ലും വരുന്ന സമയമാണ്. 3-ലും 2-ലും ആയിട്ടാണ് വേഴം വരുന്നത്. ഇടവക്കൂറുകാർക്ക് ശനി 11-ലും മേടക്കൂറുകാർക്ക് ശനി 10-ലും വരുന്ന ഒരു സമയമാണ് 2026. ഇതേപോലെ തന്നെ രാഹുകേതുക്കളും 2 രാശികൾ മാറി ഈ നക്ഷത്രങ്ങൾക്ക് വരും. രാഹുകേതുക്കളും ഇവർക്ക് ഈ വർഷം ഗുണം കിട്ടുന്ന ഒരു കാലമാണ്. 2026 ഇവരെ സംബന്ധിച്ച് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് മകീര നക്ഷത്രക്കാർക്ക്.
ധനാഗമ മാർഗങ്ങൾ പലതും ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്ന സമയമാണ്. ഇവർക്ക് തുറന്നു കിട്ടും. ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു കിട്ടുന്ന ഒരു കാലമാണ് 2026. കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവർക്ക് എന്ത് കാര്യം ചെയ്താലും അതിനൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ഇവരെ തേടി വരും. പല സ്ഥലത്തു നിന്നും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ സഹായങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ്. ധനപരമായി മെച്ചപ്പെട്ട ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കണം. വാക്കുതർക്കങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അപകട സാധ്യതയും കാണുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോഴെല്ലാം വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യണം. അത് തരണം ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അതുപോലെ ചെയ്യണം. മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും ഈ 2026. ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും ആദരവും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയവും ആണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും. കുടുംബജീവിതം ശ്രേയസ്കരമാവുന്ന ഒരു വർഷമാണ്. ദുരിതങ്ങൾ വഴിമാറിപ്പോവും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026 ദുരിതങ്ങൾ വഴിമാറിപ്പോകുന്ന ഒരു സമയമാണ് ഈ 2026 മകീര നക്ഷത്രക്കാർക്ക്. മകീരം കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് വേണം ജന്മരാശിയിലും 2026 ജൂൺ 2 ശേഷം 2 ശനി 10 രാഹുകേതുക്കൾ 9 3 വരുന്ന ഒരു കാലമാണ്. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം എല്ലാം കൊണ്ടും വളരെ ഗുണകരമായ ഒരു വർഷമാണ്. പൊതുവർത്തവർക്കാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്. പൊതുവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചും കച്ചവടക്കാരെ സംബന്ധിച്ചും വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചുമൊക്കെ വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2026. ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. സ്ത്രീകൾക്ക് ശ്രേയസ് ഉണ്ടാവുന്ന, ഈ തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ശ്രേയസ് ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2026. ധനാഗമ മാർഗങ്ങൾ ഇവർക്ക് മുൻപിൽ തുറന്നു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. ശ്രേയസ്സും കുടുംബ പുരോഗതിയും ഇവർക്കുണ്ടാവുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് വിജയങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്ന വർഷമാണ്. മാതൃജനസഹകരണം ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഈ സമയത്ത്, ഈ വർഷത്തില് മാതൃസഹകരണം നല്ലപോലെ കിട്ടും. സുഹൃത്തു ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു വർഷമാണ്. കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് ഈ 2026. ആരോഗ്യ കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ പല നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചില പ്രവർത്തികളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചില തടസ്സങ്ങൾ പ്രവർത്തികളിൽ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം വന്നു ചേരും. അതിനെ സമീപനത്തോടുകൂടി അതിനെ സ്വീകരിച്ച് അതിനെ പറഞ്ഞ് അതില്ലെങ്കിൽ തർക്കങ്ങൾ, ആ തടസ്സങ്ങൾ എല്ലാം ഒന്ന് മാറ്റി സംയമനം പാലിക്കുന്നത് വളരെ നല്ലതാണ്. മനസ്സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. മനസ്സമാധാനം കിട്ടും ഈ 2026. സന്തോഷവും കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചെലവഴിക്കാനൊക്കെ ഇവർക്ക് സാധിച്ചെന്ന് വരും. ശത്രുപീഡകളിൽ നിന്നും ഇവർ രക്ഷ നേടും. ശത്രുക്കളുണ്ടെങ്കിലും ആ ശത്രുക്കളുടെ ദോഷത്തിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ ഈ 2026 സാധിക്കും. ഈശ്വരചിന്ത
ഇവർക്ക് ഏറ്റവും കൂടുന്ന ഒരു സമയവുമായിരിക്കും. തിരുവാതിര കഴിഞ്ഞാൽ പുണർദം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക്, ഈ പുണർദം നക്ഷത്രക്കാർ 2 കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രം പുണർദം 1/4 മിഥുനക്കൂറിലും പുണർദം 1/4 കർക്കിടകക്കൂറിലും വരുന്നു. ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കൂടുതൽ കിട്ടുന്ന സമയമായിരിക്കും. ഇവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണം കിട്ടും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുണർദംകാർക്ക് സാമ്പത്തികമായി വളരെയധികം പുരോഗതി ഉണ്ടാകും. ബന്ധുജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള പല അവസരങ്ങളും ഈ 2026 ഇവരെ തേടിയെത്തും. സുഹൃത്തുക്കളുമായി നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഇവർക്ക് സ്ഥാപിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ, മത്സരങ്ങൾ, വിജയങ്ങൾ, ഉന്നത പരീക്ഷകളിലുള്ള വിജയങ്ങൾ, ഇതെല്ലാം ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടാവുന്നതാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് നേട്ടങ്ങളും അംഗീകാരങ്ങളും പ്രശസ്തിയും ആദരവുകളും കിട്ടാവുന്ന ഒരു വർഷമാണ്. പൊതുപ്രവർത്തകർക്ക് വളരെയധികം നല്ല ഒരു വർഷമാണ് 2026. കുടുംബസുഖം കിട്ടുന്ന ഒരു വർഷമാണ്. ഈ തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്ക് കുടുംബസുഖം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് സഹായങ്ങൾ, ധനാഗമങ്ങൾ ഇവരെ തേടി വരും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെ ഇവർക്ക് ധനസഹായം കിട്ടാവുന്ന ഒരു വർഷമാണ് 2026. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. അവർക്ക് സ്ഥാനകയറ്റങ്ങൾ ഉണ്ടാവും, പ്രമോഷൻ ഉണ്ടാവും, ശമ്പള വർധനയൊക്കെ ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. അംഗീകാരങ്ങളും പ്രശസ്തിയും ഇവർക്ക് കിട്ടാവുന്നതാണ്. കുടുംബത്തിൽ, ഈ പുണർദം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ 2026 മനസ്സമാധാനം കിട്ടാവുന്ന സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വാക്കുകൾ സംയമനത്തോടെ പറയണം, അല്ലെങ്കിൽ ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകും. പ്രകോപനങ്ങളിൽ നിങ്ങൾ ചെന്ന് വീഴരുത്. വീണാൽ അത് ദോഷമാകും. ശത്രുദോഷങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ കഴിയും. ഈ 2026 ചില ശത്രുക്കൾ ഉണ്ടാവുമെങ്കിലും ആ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും അവരെ നേരിടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു വർഷമാണ് 2026. ഇവരെ സംബന്ധിച്ച് ഈശ്വരചിന്ത വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഈശ്വരാനുകൂല്യം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ അശ്വതി മുതൽ പുണർദം വരെയുള്ള 7 നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ഇവിടെ സൂചിപ്പിച്ചത്. മറ്റ് കാര്യങ്ങളെല്ലാം മറ്റ് നക്ഷത്രക്കാരുടെ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. എൻ്റെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.